എനിക്കിഷ്ടമുള്ളതുപോലെ നിൽക്കാതെ അവർക്ക് ഇഷ്ടമുള്ളതായി നിൽക്കുന്നത് പോലെ അഭിനയിക്കണമെങ്കിൽ വലിയ ടാസ്കാ. ഐ എഗ്രി വിത്ത് യു. പക്ഷേ അവിടെ എനിക്ക് ആവശ്യമുള്ള പലതും ഉണ്ട്. നോട്ട് ഓൺലി ശ്രീകർ. ശ്രീകറിന്റെ കൂടെ വേദവതിയുടെ ആ ഓറ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഗ്രാമങ്ങളിൽ അവരെ അമ്മയായിട്ട് കണ്ട് പൂജിക്കുന്നുണ്ടത്രേ. ആ സ്ത്രീ കഴിഞ്ഞ ആ പൂജാ പുഷ്പങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരുന്നത് ഈ നിഹാരികയല്ലേ? നമ്മളെക്കാൾ 4 മടങ്ങ് ഇരട്ടിയുള്ള അവരുടെ പ്രോപ്പർട്ടീസ് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ രണ്ടാളുടെ ജാതകം ഒത്തുവന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ആ വീട്ടിലെ സൗകര്യങ്ങളും മൊത്തം എന്റെ കാൽ കീഴിൽ വരും. എത്ര പേർക്ക് ഇങ്ങനത്തെ ഭാഗ്യം ലഭിക്കുക? കല്യാണം വരെ അഭിനയിച്ച് അത് കഴിഞ്ഞ ആ സാമ്രാജ്യത്തിന്റെ റാണി ഈ ഞാനാ. നിഹാരിക, നമ്മൾ പറഞ്ഞത് കേട്ടു കാണൂ. നിന്നെ കൊണ്ടുപോകാനുള്ള മുഹൂർത്തം നോക്കിയിട്ടാ വന്നത് മോളെ. മോള് വൈകരുതേ. ശരി അമ്മ. അമ്മേ, സന്തോഷായിട്ടിരിക്കണേ. എന്നെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ പോയിട്ട് വരാം. നിഹാരിക, സൂക്ഷിക്കണേ മോളെ. ബൈ അമ്മേ. ഇങ്ങനൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഏട്ടാ. അവളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ മൗനം പാലിച്ചല്ലേ പറ്റൂ. ഇതിലെ തെറ്റ് ശരി എനിക്ക് മനസ്സിലാകുന്നില്ല. വേദവതി അമ്മയുടെ കുടുംബം പാൽത്തടാകം പോലെ ഒന്നാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് നിഹാരിക വിഷത്തുള്ളികൾ പോലെ വീഴാൻ പോവാണ്. നല്ല മനുഷ്യരുടെ ഇടയിൽ ദുഷിച്ച ചിന്തകളോട് ജീവിക്കുന്ന നിഹാരിക മരുമകളായിട്ട് ഒരിക്കലും ചെല്ലരുത്. അച്ഛാ, കാറൊന്ന് നിർത്തോ? എന്തു പറ്റി മോളെ? കല്യാണത്തിന് മുമ്പ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കാല് വയ്ക്കാൻ പോവല്ലേ. എനിക്ക് എല്ലാവരുടെ അംഗീകാരവും അനുഗ്രഹാശീർവാദങ്ങളും വേണമെന്ന് ദൈവത്തിനോട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നേക്കാം. നിങ്ങൾക്കിതിൽ എതിർപ്പൊന്നും ഇല്ലല്ലോ? സന്തോഷമല്ലാതെ എന്ത് എതിർപ്പുണ്ടാവാനോ മോളെ? എന്നാ പോയിട്ട് വരാം. എന്നാ ഞങ്ങളും കൂടെ വരാം. നിങ്ങൾ എന്തിനാ വെറുതെ? ഞാൻ പോയിട്ട് വരാം. ശരി, വേഗം വരണേ. ഇത്ര ഭക്തിയുള്ള കുട്ടിയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വസന്തയും ലാവണ്യയും കാവ്യയും നിഹാരികയെ കണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ. സ്വാമി, എന്നെ കുറിച്ച് നിനക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. ഞാൻ പ്രേമിച്ച ആളെ സ്വന്താക്കുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. കല്യാണം കഴിയുന്നത് വരെ എന്റെ ഒറിജിനാലിറ്റി പുറത്തു വരാതെ നീ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ചേട്ടാ, ദാ അവനി.
അവനീ മോളെ അവനീ എന്താ മോളെ ധ്യാനത്തിലാണോ? ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് വെറുതെ അങ്ങ് പോവായിരുന്നു അമ്മേ. എല്ലാം നന്നായിരിക്കുന്നോ? മനസ്സിലെ വിഷമങ്ങളും ആലോചനകളും ഒന്നും ഇല്ലെങ്കിൽ എല്ലാം സുഖമായിട്ടിരിക്കുമല്ലോ. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് മോള് തലകറങ്ങി വീണപ്പോഴും പറഞ്ഞ വാക്കുകൾ വേദവാക്യം പോലെയായിരുന്നു. ഇപ്പോഴും മോള് അങ്ങനെ തന്നെ സംസാരിക്കുന്നേ. അതെ മോളെ, നിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. അവസ്ഥകൾക്കനുസരിച്ച് മാറ്റങ്ങളൊക്കെ സഹജമല്ലേ അമ്മേ? അതല്ല, നിങ്ങളെന്താ അകത്തേക്ക് കിടക്കാതെ പുറത്തു തന്നെ നിൽക്കുന്നേ? ഭാവി മരുമകളെ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിർത്താൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോവാണ്. ദാ ആ കുട്ടിയെ മരുമകള്. നിങ്ങൾ അവളെ കൊണ്ടുപോവല്ല, നിങ്ങൾ അവളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞയക്കാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കാനാ പോകുന്നത്. എന്റെ അഭിനയം കൊണ്ട് അവരെ ഞാൻ അന്ധമായി വിശ്വസിപ്പിച്ചോളാം. അതിനെ നിന്റെ ബ്ലെസ്സിങ്സ് ആവശ്യമുണ്ട്. ജാതകത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാം കൊണ്ടും ഞങ്ങളുടെ കുടുംബത്തിന്റെ ആചാരങ്ങൾക്ക് ചേരുന്നവളാ മോളെ. നിങ്ങളുടെ അംഗീകാരം ഒരു വരവാണ്. അത് നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ശാപം. അവളിത് എത്ര കാലം നിലനിർത്തും നോക്കാം. നിന്റെ മേലെ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായതുപോലെ അവളുടെ മേലെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മോളെ. ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കണം. അത് വാസ്തവാ. അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ആ വീട്ടിലെ രീതികളെല്ലാം പഠിക്കണ്ടേ? അയ്യോ, ഇപ്പൊ തന്നെ നിന്നോട് കുറെ പറഞ്ഞതുപോലെയുണ്ട്. ഓവറോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അമ്പലത്തിൽ വന്ന് അപേക്ഷിക്കുന്നത് ശീലമില്ലാത്ത ഞാൻ ഇങ്ങനെ ഇതുപോലെ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ മനസ്സിലാക്കേണ്ടതല്ലേ? എന്നാ ഞാൻ പോകാൻ നോക്കട്ടെ. ബൈ. ഒരുപാട് കാലത്തെ എന്റെ സ്വപ്നം പോവണിയുന്നത് കൊണ്ട് ഒരുപാട് സന്തോഷത്തിലാണ് മോളെ ഞങ്ങള്. നിങ്ങൾക്ക് എപ്പോഴും നല്ലത് നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാ ഞാൻ പോട്ടെ. അവനി, മരുമകളെ നിനക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. നിക്ക്. കുറച്ച് തിരക്കുണ്ട്, പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പരിചയപ്പെട്ടോളാം. എന്ന് പോട്ടെ, ചെല്ലട്ടേച്ചാ. നമ്മൾ ആഗ്രഹിച്ച മരുമോളെ നമുക്കൊരു പക്ഷെ കിട്ടിയിരിക്കാം. പക്ഷെ അവനിയെ നമ്മുടെ മരുമകളായി കിട്ടാത്തതില് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഏട്ടാ. അതെ വേദ, അവനൊരു സാധാരണ പെൺകുട്ടിയല്ല. അവൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അമ്മേ, എന്നാ പോയാലോ? എന്താ മോളെ ഇത്രയും ലേറ്റ് ആയത്? കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേരുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേ ഒരുപാട് ലേറ്റായി. എന്റെ ചക്കര കുട്ടി, വാ മോളെ. എന്താണ് അളിയ ഇത്ര ടെൻഷനൊക്കെ അടിച്ച് നടക്കുന്നേ? നിഹാരികയെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു വിട്ടതല്ലേ. വരുവോ അതോ ഇല്ലെന്ന് പറയുവോന്നൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും.
നിനക്കതിൽ ഏതാടാ കംഫർട്ട്? നിങ്ങളൊന്ന് വായ തുറക്കാതെ സൈലന്റ് ആയിട്ട് നിന്നാ മതി. അവൻ പറഞ്ഞല്ലോ. അതാ കാർ എത്തിയല്ലോ. കാർ ഓക്കെ, നിഹാരിക വന്നിട്ടുണ്ടോ ഇല്ലയോ? വന്നിട്ടുണ്ടല്ലോ. വീട് കോട്ട പോലെയുണ്ട്. ഈ കോട്ടയിൽ എനിക്ക് റാണിയെ പോലെ വാഴണം. ഇന്നു മുതൽ നിന്റെ അന്തപ്പുര ഇതാ മോളെ. പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അകത്ത് എന്ത് ഭംഗിയായിരിക്കും. വാ മോളെ. വലതുകാലം വെച്ച് കയറിക്കൊള്ളും മോളെ. എല്ലാവർക്കും നമസ്കാരം. എനിക്കാകെ എരിഞ്ഞു കയറുന്നുണ്ട്. നീ പറഞ്ഞതുപോലെ നിഹാരികയെ കൊണ്ടുവന്നു ശ്രീ. ഓഹോ, ഇതെല്ലാം എന്റെ ഭാവി വരന്റെ പ്ലാനായിരുന്നോ? എന്നെ കാണാതെ നിൽക്കാൻ പറ്റാതായിട്ടുണ്ടല്ലേ? അവന്റെ ആലോചനകൾ അത്ര നിസ്സാരമായിട്ട് കാണല്ലേ മോളെ. നോക്ക്, ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. അതായത് പാതി കല്യാണം കഴിഞ്ഞതിന് തുല്യാണ്. നിഹാരികയെ ലഭിച്ചത് നമ്മളും നമ്മുടെ നാടും ചെയ്ത പുണ്യം കൊണ്ടാണ്. ഇങ്ങനെയുള്ള വരപ്രസാദങ്ങളെ വളരെ ഭംഗിയായി നോക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെറിയ മരുമകളെ ബഹുമാനിച്ചേ പറ്റൂ. മനസ്സിലായല്ലോ? കൊട്ടയോളം വലിയ ചക്കയുണ്ടെങ്കിലും കത്തിയുടെ മുമ്പിൽ കുനിയണം എന്ന് പറഞ്ഞ പോലെ അവസാനം ഞങ്ങളുടെ അവസ്ഥ ഈ നിഹാരികയുടെ മുന്നിൽ കുനിഞ്ഞു വണങ്ങി നിക്കണം എന്നാവും. അയ്യോ, അങ്ങനെ നിൽക്കണമെന്നല്ല അമ്മയുടെ വാക്കിന്റെ അർത്ഥം. ഞങ്ങൾക്ക് അങ്ങനെ അത് മനസ്സിലാവുള്ളൂ. എന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി കണ്ടൂടെ? എല്ലാം സെറ്റായിട്ട് മുന്നോട്ട് പോകും. ഒരു കുറവും നിനക്ക് ഈ വീട്ടിലുണ്ടാവില്ല. നിന്റെ ഇഷ്ടം പോലെ ഞങ്ങളുടെ ആചാരങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം. എനിക്കിഷ്ടമുള്ളതുപോലെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പോലെ കഴിയില്ല.
രണ്ട് തോണിയിലും കൂടെ കാല് വെക്കാൻ വയ്യമ്മ. എന്തോ തീവ്രമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ. മനസ്സിൽ പറയുന്നത് എന്തിനാ? ആ, ആ, പുറത്തോട്ട് പറഞ്ഞുകൂടെ? ഒന്നുമില്ല ഏട്ടാ. മോള് വരൂ. ഞങ്ങളുടെ കുലദൈവം, ഞങ്ങളുടെ ഐശ്വര്യം, ഈ ഗ്രാമങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ അന്നപൂർണ ദേവി, അനുഗ്രഹം വാങ്ങിച്ചോളൂ. കോട്ടയിൽ ഞാൻ കാല് വെച്ചു. നിന്റെ ആശീർവാദം കൂടെ ആടായി കഴിഞ്ഞാ ഞാൻ ധന്യയായി. ഇതുപോലുള്ളതിലൊന്നും എനിക്ക് വിശ്വാസമില്ലെങ്കിലും കിട്ടിയാ കിട്ടട്ടെ എന്ന് കരുതി പ്രാർത്ഥിക്കുക. പറ്റിയ കൺസിഡർ ചെയ്യ്. പൂജാമുറിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ നിനക്ക് ഇനിയും സമയമുണ്ട് മോളെ. വാ. അന്നപൂർണാദേവിയെ പേടിപ്പിക്കുന്ന പോലെ കുറേ നേരം പ്രാർത്ഥിച്ചല്ലോ. എന്താ പ്രാർത്ഥിച്ചേ? മനസ്സിലെ പ്രാർത്ഥനകള് പുറത്ത് പറയാൻ പറ്റുമോ പൃഥ്വിരാജ് ഏട്ടാ? ഇങ്ങനെ കോമഡി പറയല്ലേ ഏട്ടാ. അവന്റെ സ്വഭാവം നോക്കണ്ട മോളെ. ഇടയ്ക്കിടയ്ക്ക് തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് പറയും. ഇനി മോള് റൂമിലേക്ക് ചെന്നോളൂ. ശ്രീകർ, നിഹാരികയ്ക്ക് റൂം കാണിച്ചു കൊടുക്ക. ഞാൻ വന്നതിന്റെ സന്തോഷം എന്റെ ഭാവി വരന്റെ മുഖത്ത് കാണാത്തതെന്താ? നീ ഇപ്പോഴല്ലേ വന്നത്, കുറച്ചു കഴിഞ്ഞാ അതൊക്കെ കാണാൻ പറ്റും. ശ്രീകർ, കാണിച്ചു കൊടുക്കടാ. ശ്രീകരേട്ടാ, പോകാൻ ചേട്ടാ. പോയാലോ? പോകുമല്ലേ? എന്താ അങ്ങനെ നോക്കുന്നേ? പോകാം, വാ ചേട്ടാ. നിഷ്കളങ്കനാന്നാ കരുതിയേ. 5 മിനിറ്റ് കൊണ്ട് അലിഞ്ഞു പോയല്ലോ. നടക്കേട്ടാ. അളിയുടെ അത്ര ചില്ലറക്കാരനൊന്നും അല്ല. ഇവന് വീട്ടിലേക്ക് ഏത് പെൺകുട്ടി വന്നാലും പ്രൊസീഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാവ്യ ഒഴികെ. അത് തന്നെ. അവള് പുറത്തുള്ളതല്ലല്ലോ. അവനായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണ. തെറ്റായ ഒരു അക്ഷരം വേണ്ടിയേക്കരുത്. ഇത്ര കാലം നമ്മുടെ വീട്ടിൽ നടന്നതൊക്കെ മറന്നോളൂ. ഇനിയെങ്കിലും തലച്ചോറിൽ കെട്ടിയ ചിലന്തി വലകൾ മാറ്റിയിട്ട്, മനസ്സിൽ അടിഞ്ഞുകൂടിയ മാലിന്യം മാറ്റിയിട്ട് ഒന്ന് നന്നാവാൻ നോക്ക്. മനസ്സിലായല്ലോ?
ഒരു പഞ്ച് ഡയലോഗ് പറയാൻ പറ്റിയ അമ്മയുടെ ആ കിക്ക് തന്നെ വളരെ വലുതാ. ഇതാ തന്റെ റൂം. താങ്ക് യു ശ്രീകരേട്ടാ. കൈ വിട് ചേട്ടാ. വിടില്ല. എങ്ങനെ കൈപിടിക്കാൻ പറ്റുന്ന ദിവസം ഉടനെ തന്നെ വരും. വിടേട്ടാ. വിടില്ല. നിങ്ങള് വളരെ റൊമാൻറ്റിക് ആണല്ലോ. വിടേട്ടാ.